ഹായ് ഗൈസ്, രാത്രി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ സമയം 8 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തോന്നി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വേഗം ഗോതമ്പ് പൊടി എടുത്ത് നനച്ച് ഉരുളിയൊക്കെ ആക്കി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ആട്ടപ്പൊടിയാണോ ഗോതമ്പ് പൊടിയാണോ ഇഷ്ടം ചപ്പാത്തി ഉണ്ടാക്കാൻ? എനിക്കിഷ്ടം ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് വെറുതെ കഴിക്കാം. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടം ഗോതമ്പ് പൊടിയാണ്. കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക അതിനെയാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ അധികം സമയമൊന്നുമില്ല. നമ്മൾ സമയം കണ്ടില്ലേ, 8 മണിയായിട്ടുണ്ടല്ലോ. 8:30 ആകുമ്പോഴേക്കും ചപ്പാത്തി പരത്തലും കുഴക്കലും ചുടലൊക്കെ കഴിഞ്ഞു. അങ്ങനെ വേഗം അവിടെ തുടച്ച കാരണം തോന്നുന്നു ചെറിയൊരു നനവ്, ശരിക്കും പരത്താൻ പറ്റുന്നില്ല, കുറച്ച് സമയം എടുത്തു കേട്ടോ. വേഗം കഴിയും. നമുക്ക് വലിയ മല്ലുള്ള പണിയല്ല ഈ ചപ്പാത്തി പരത്തലും. ഉണ്ടോ, കുറേ ചപ്പാത്തി, ഇതൊരു 10-30 താഴെ ചപ്പാത്തി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടം. ഇവൻ ചപ്പാത്തി ഭ്രാന്തനാണ്. അപ്പോൾ ആ ഡാൻസാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ കുട്ടികളും ഇങ്ങനെ തന്നെയാണോ? അതിൻ്റെ ഇടയ്ക്ക് അവൻ ചപ്പാത്തിയുടെ 4 വശവും വയറ്റിലാക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഗൈസ്? അതായത് ഇവിടെ നമ്മൾ ദോശമാവ്, വെള്ളയപ്പത്തിൻ്റെ മാവ്, എന്ത് മാവ് അരച്ചാലും വെറുതെ തോണ്ടി കഴിക്കുന്ന ഒരു സ്വഭാവമാണ്. നല്ല രസമുണ്ട് എന്നാണ് പറച്ചിൽ. എന്ത് പലഹാരം ഉണ്ടാക്കിയാലും അതിൻ്റെ മാവ് കുറച്ച് കഴിച്ചാൽ കുറച്ച് സമാധാനമാവും എൻ്റെ പുത്രനെ. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ കുട്ടികളുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരു ഉരുള കൊണ്ടുപോയി കഴിച്ചു. ഇപ്പോൾ ഇടയ്ക്കും അത് കഴിക്കുന്നുണ്ട്. അത് ഞാൻ പറയും വയറുവേദന. പക്ഷെ എത്രയും പറഞ്ഞാലും അവരുടേതായ കുറച്ച് വികൃതികൾ അവിടെ കാണിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ തിരിച്ചു മറിച്ച് 2 പാത്രം വെച്ചു. വേഗം കഴിയുമല്ലോ. അങ്ങനെ അവസാനത്തെ അവൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ വേവ് കുറച്ച് കരിഞ്ഞു പോയി. സാരമില്ല, വേവ് നന്നായി വെന്ത നല്ലതല്ലേ എന്ന് ഞാനും പറഞ്ഞു. വിഷമിപ്പിക്കേണ്ട വിചാരിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, ഇത് ഞാനെടുത്തുണ്ട്, ഞാൻ ചുട്ടത് ഞാൻ തന്നെ കഴിച്ചുകൊണ്ട്, ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ അവസാനത്തെ ചപ്പാത്തി അവൻ മറിച്ചിട്ട് വേഗം നമ്മുടെ പണി കഴിഞ്ഞു. അങ്ങനെ ഒതുക്കിയൊക്കെ വെച്ചു. പാത്രമൊക്കെ കഴുകി വയ്ക്കാൻ വേഗം തുടങ്ങി. വൈകിട്ട് ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കപ്പ ക്ലീൻ ആക്കിയിട്ടു, അല്ലെങ്കിൽ നമുക്കത് പണിയാവും. അങ്ങനെ ചായപ്പണിയും കഴിഞ്ഞു. കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടിയാണ് ഇന്നത്തെ രാത്രിയിലത്തെ അത്താഴം ഉണ്ടാവും. വേഗം കുറച്ച് പാത്രങ്ങൾ ഇനി കഴുകാനുള്ളൂ.